പ്രിയ സ്നേഹിതരെ, നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ഏതെങ്കിലും കാര്യം നമുക്ക് തുടർമാനം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാം തുടർമാനം വ്യാപൃതരായിരിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ഉള്ളിലും എൻ്റെ മനസ്സിലും ഒക്കെ വളരെ ദൃഢമായി വേരൂന്നിയിരിക്കണം. എനിക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ, എനിക്കൊരാളെക്കുറിച്ചൊരു കരുതലുണ്ടെങ്കിൽ, ആ സ്നേഹവും കരുതലും എൻ്റെ ഉള്ളിൽ വളരെ ദൃഢമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ആളിനെക്കുറിച്ച് ഓർക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് സമയത്തും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒരു അധ്വാനവും വേണ്ട. എന്നതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് എനിക്കൊരു പ്രത്യേക സ്നേഹവും കരുതലും താല്പര്യവും എൻ്റെ ഉള്ളിൽ എത്രത്തോളം വേരൂന്നി തായ്വേരിറങ്ങുന്നത് പോലെ ഇറങ്ങി ഇരിക്കുന്നു എങ്കിൽ എൻ്റെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും എൻ്റെ ഉള്ളിലൊരു ബോധം കാണും. ദൈവമേ, കണ്ണടയ്ക്കുമ്പോൾ മാത്രമല്ല, മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും നമ്മൾ വേറൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും, നാം എന്തെങ്കിലും മറ്റ് സംസാരത്തിലായിരിക്കുമ്പോഴും ദൈവത്തെക്കുറിച്ചൊരു ബോധം, ആ ഒരു തലത്തിലേക്ക് നാം ദൈവവുമായി ഒരു ബന്ധത്തിൽ വന്നു ചേരണം. അപ്പോൾ മാത്രമേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക. അല്ലാതെ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലായോ? ദൈവത്തെക്കുറിച്ചൊരു ബോധം, ഒരു അറിവ്, ഒരു സ്നേഹം, ഒരു കരുതൽ പുറമേ ഉണ്ടായാൽ പോരാ. എൻ്റെ ഉള്ളിലേക്ക് അത് ആഴമായി ഇറങ്ങിയിരുന്നാൽ മാത്രമേ ഇടവിടാതെ ദൈവവുമായി ബന്ധപ്പെടാൻ നമുക്ക് താല്പര്യമുണ്ടാകുകയുള്ളൂ. ഇനി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പല രീതിയിൽ പല വാചകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. ഒരാളോട് സംസാരിക്കുന്നത് പോലെയാണോ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? അതാണ് പലരെയും ചിന്താക്കുഴപ്പത്തിലാക്കുന്നത്. ഏതെങ്കിലും സ്ഥിരമായി പറയുന്ന ചില വാചകങ്ങൾ പറയുക, ഉരുവിടുക എന്ന് പറയാറ്. നമ്മൾ പല മതങ്ങളിലും ഈ പ്രാർത്ഥന, ജപമാല എന്നൊക്കെ പറയുന്ന പല രീതികളുണ്ട്. അവിടെയൊക്കെ സ്ഥിരമായി ഉരുവിടുന്ന ചില വാക്കുകളുണ്ട്. അപ്പോൾ അതാണോ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്നേഹമുള്ള, കരുതലുള്ള, താല്പര്യമുള്ള ദൈവത്തോട് സംസാരത്തിലിരിക്കുക, ഒരു അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആ അന്യോന്യമുള്ള ബന്ധത്തിൽ സംസാരമുണ്ടാകാം, ആശയവിനിമയങ്ങളുണ്ടാകാം. അന്യോന്യം നോക്കി, കണ്ണുകൊണ്ടോ നമ്മുടെ കരം കൊണ്ടോ നമ്മുടെ മുഖഭാവം കൊണ്ടൊക്കെ നമ്മൾ എങ്ങനെ മറ്റൊരാളുമായി ആശയവിനിമയം നടത്തുന്നുവോ അതേപോലെ ദൈവവുമായി ഒരു ആശയവിനിമയം തുടർമാനം നടത്തുമ്പോൾ ചിലപ്പോൾ അത് സംസാരമായും, ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ദീർഘനിശ്വാസമായൊക്കെ ദൈവവുമായി നമുക്ക് ബന്ധപ്പെടാം. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് ആശയവിനിമയം നടത്തുമോ? ഇതാണ് മറ്റൊരു ചിന്താക്കുഴപ്പമുള്ളൊരു വിഷയം. നമുക്ക് കാര്യങ്ങൾ പറയാം, എത്ര നേരം നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ചിലർ അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാം, അതിലും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. വിഷയങ്ങൾ ഓരോന്ന് പറഞ്ഞ് ബന്ധക്കാരെക്കുറിച്ച്, സ്വന്തക്കാരെക്കുറിച്ച്, നമ്മുടെ സ്നേഹിതരെക്കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ച്, നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ളവരെക്കുറിച്ചൊക്കെ നമുക്കങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് വേദപുസ്തകത്തിൽ പറയുന്ന വാക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയും. അതായത് മറ്റൊരാൾ ആവശ്യപ്പെട്ടിട്ടല്ല, എൻ്റെ ഉള്ളിൽ അവരെക്കുറിച്ചൊരു താല്പര്യം. ദൈവമേ, എൻ്റെ ആ സ്നേഹിതന് അവൻ നല്ല രീതിയിൽ ജീവിക്കുവാൻ, നല്ല സ്വഭാവത്തിനുടമയാകുവാൻ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, സംസാരിപ്പാനൊക്കെ ഇടയാകേണ്ടതിന് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഇങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നാൽ
ദൈവവുമായി നിരന്തരം ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്ന, ദൈവം ഒരു മനുഷ്യനല്ല, ദൈവം ഒരു ആത്മാവാണ്. അപ്പോൾ ആത്മാവായ ദൈവം എൻ്റെ ഉള്ളിൽ ഉള്ള ആത്മാവുമായി, മനുഷ്യാത്മാവ്, എൻ്റെ ഉള്ളിലുള്ള മനുഷ്യാത്മാവുമായി ദൈവാത്മാവ് നിരന്തരം ബന്ധപ്പെടാൻ കഴിയും. അതിന് നമ്മുടെ നാവോ നമ്മുടെ സമയമോ ഒന്നും മാറ്റി വെച്ചില്ലെങ്കിൽ പോലും ദൈവത്തിന് നമ്മളുമായി ബന്ധപ്പെടാൻ കഴിയും. എൻ്റെ ആത്മാവ്, എൻ്റെ ഉള്ളം, എൻ്റെ ഹൃദയം ദൈവവുമായി ഒന്ന് പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവാത്മാവും എൻ്റെ ആത്മാവും ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ദൈവം അനേക ചിന്തകൾ, അനേക ആശയങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് തരും. അതെൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന്, അത് മനസ്സിലാക്കിയെടുത്ത് എൻ്റെ ബുദ്ധിയിൽ കൊണ്ടുവന്ന് ഗ്രഹിപ്പാൻ എനിക്ക് കഴിയും. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക്, ഒരു ആത്മീയ ബന്ധത്തിലേക്ക് ദൈവവുമായി വന്നു ചേരുവാനിടയായാൽ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയും. ഇനിയും മറ്റു 2 ചിന്തകളുണ്ടല്ലോ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ, എപ്പോഴും സന്തോഷിപ്പേൻ. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങൾ ചിന്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.